ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഹോട്ട് ടോപ്പിക് ക്ലാസ്സസിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഒരു ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള എല്ലാ PYQസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ PYQസും നമ്മൾ ഈ വീഡിയോയിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചത് കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി 1953 നിയമിച്ച കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? KM പണിക്കർ, ജസ്റ്റിസ് ഫസൽ അലി, HN കുൻസ്രു, VP മേനോൻ. ഇവിടെ നമുക്കറിയാം ജസ്റ്റിസ് ഫസൽ അലി കമ്മീഷനാണ് 1953 നിലവിൽ വന്നത്. ഫസൽ അലി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റ് സംസ്ഥാന പുനഃസംഘടനാ നിയമം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയ വർഷമേതാണ്? 1953, 1955, 1956, 1959. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഫസൽ അലി കമ്മീഷന് മുൻപ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 1948 ജൂണിൽ ഭരണഘടനാ നിർമ്മാണ സഭ നിയമിച്ച ആദ്യ കമ്മീഷൻ ഏതാണ്? JVP കമ്മിറ്റി, SK ദർ കമ്മീഷൻ, വാഞ്ചു കമ്മിറ്റി, മേത്ത കമ്മീഷൻ. SK ദർ കമ്മീഷനാണ് ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ പറ്റി പഠിക്കാൻ വേണ്ടി നിലവിൽ വന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനായി ഭരണഘടനയിൽ വരുത്തിയ 7ാം ഭേദഗതി 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1956 വഴി നിർത്തലാക്കിയ ഭരണഘടനാപരമായ സംവിധാനം എന്തായിരുന്നു? സംസ്ഥാനങ്ങളുടെ പാർട്ട് ABCD വർഗീകരണം, നാട്ടുരാജാക്കന്മാർക്കായുള്ള പ്രിവ്യൂ പേഴ്സ്, ആംഗ്ലോ ഇന്ത്യൻ സംവരണം, മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. 7ാം ഭേദഗതിയിലൂടെ 1956 സംസ്ഥാനങ്ങളെ ABCD എന്ന് വർഗീകരിച്ചതാണ് നിർത്തലാക്കിയത്. അതിന് പകരമാണ് സംസ്ഥാന പുനഃസംഘടന ഉണ്ടായത്. ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ അധ്യക്ഷനാരായിരുന്നു? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ജസ്റ്റിസ് ഫസൽ അലി ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ 1953 അംഗമായിരുന്ന മലയാളി ആരായിരുന്നു? VP മേനോൻ, KM പണിക്കർ, KP കേശവ മേനോൻ, മന്നത്ത് പത്മനാഭൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ KM പണിക്കരായിരുന്നു ഉണ്ടായിരുന്ന മലയാളി അംഗം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ ശുപാർശ ചെയ്ത ഫസൽ അലി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഓൾറെഡി നമ്മൾ പറഞ്ഞു, 1953 ഫസൽ അലി കമ്മീഷൻ നിലവിൽ വരുന്നത്. 1953 രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണേ, പല എക്സാമുകൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണേ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി നിയമിച്ച ഫസൽ അലി കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളി നമ്മൾ പറഞ്ഞു, KM പണിക്കരാണ്. ഇതും റിപ്പീറ്റ് ചെയ്തതാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം പിന്നെയും ചോദിച്ചിട്ടുണ്ട്, 1956 എക്സാമിൻ്റെ പേര് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ മനസ്സിലായി, എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുള്ളത്, സെയിം ഫാക്റ്റ് തന്നെ. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ഇന്ത്യയിലാകെ രൂപീകൃതമായ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എത്രയായിരുന്നു? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും, 15 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും, 12 സംസ്ഥാനങ്ങളും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 1953 നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷനാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, KM പണിക്കരാണ് ആ മലയാളി എന്ന് പറയുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പിലാക്കാൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1ാം ഭേദഗതി, 7ാം ഭേദഗതി, 42ാം ഭേദഗതി, 44ാം ഭേദഗതി. 7ാം ഭേദഗതിയാണ് 1956 വന്ന 7ാം ഭേദഗതിയാണ്. നമുക്ക് ഇത് 2 പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം.
സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5, 7, 9, 14. കേരളം നിലവിൽ വരുമ്പോൾ 5 ജില്ലകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1953 ഭാഷാടിസ്ഥാനത്തിൽ തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങൾക്കായി ഭാരത സർക്കാർ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു. ഫസൽ അലി അധ്യക്ഷനായും KM പണിക്കർ, HN കുൻസ്രു എന്നിവർ അംഗങ്ങളായും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഇതിലെന്തായിരിക്കും ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ്. 1953 തന്നെയാണ് ആന്ധ്ര രൂപീകരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1953, 55, 56, 50. 1956 ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ട വർഷമാണ് 1953. റിപ്പോർട്ട് സമർപ്പിച്ചത് 1955. നോക്കൂ, ഇതും റിപ്പറ്റീഷനാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ പഴയ പാർട്ട് A, B, C, D എന്ന തരംതിരിവ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7ാം ഭേദഗതിയാണ് 1956. ഇത് നേരെ തിരിച്ചാണ് നമ്മൾ മുമ്പൊരു ക്വസ്റ്റ്യനിൽ കണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, 7ാം ഭേദഗതിയിലൂടെയാണ് പാർട്ട് A, B, C എന്ന തരംതിരിവ് നിർത്തലാക്കിയത്. ഇത് വീണ്ടും വന്നിട്ടുണ്ട് 1953. ഇവിടെ ഡിസംബറിൽ നിന്ന് തന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 1953 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നെന്ന് ചോദിക്കുന്നത്. അതാരാണ്? ഫസൽ അലിയാണ്. ഇതും സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലയിൽ വന്ന 2024 വന്ന ചോദ്യപേപ്പറിലെ ചോദ്യമാണ് ഇത്. ഇവിടെയും വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഫസൽ അലി കമ്മീഷനെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന അതിർത്തികൾ നിർണ്ണയിക്കാൻ ഈ കമ്മീഷൻ ശുപാർശ ചെയ്തു. HN കുൻസ്രു, KM പണിക്കർ എന്നിവർ ഈ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നമുക്കറിയാം, ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നത് പോട്ടി ശ്രീരാമലു നിരാഹാരം കിടന്ന് മരിച്ചതായിരുന്നു. അത് ഈ കമ്മീഷൻ വരുന്നതിന് മുമ്പെയാണ് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കപ്പെടുന്നത്. 1956 നവംബർ 1 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുക്കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും കാസർഗോഡ് ജില്ലയും കൂട്ടിച്ചേർത്ത് കേരളം രൂപീകരിച്ചപ്പോൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 7ാം ഭരണഘടനാ ഭേദഗതിയാണ്. പക്ഷേ ചോദ്യത്തിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ രൂപീകരണവുമായിട്ടാണ് ഇവിടെ അതിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഫസൽ അലി കമ്മീഷന് മുൻപ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ആദ്യ കമ്മീഷൻ ഏതാണ്? ആദ്യ കമ്മീഷൻ SK ദർ കമ്മീഷനാണ്. പിന്നീട് വന്ന കമ്മീഷൻ ഏതാണ്? JVP വന്നു. അതിനുശേഷമാണ് ഫസൽ അലി കമ്മീഷൻ വരുന്നത് കേട്ടോ. 1953 രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. 2025 ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഫസൽ അലിയാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയതെന്നാണെന്നാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഭാരത സർക്കാർ 1953 ഡിസംബറിലാണ് ഈ 3-അംഗ കമ്മീഷനെ ഔദ്യോഗികമായി നിയമിച്ചത്. കമ്മീഷനിലെ അംഗമായിരുന്ന ഒരേയൊരു മലയാളി പ്രശസ്ത നയതന്ത്രജ്ഞനായ KM പണിക്കർ ആയിരുന്നു. കമ്മീഷൻ തങ്ങളുടെ ഭരണഘടനാ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചത് 1956 നവംബർ 1 മുകളിൽ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ 2 പ്രസ്താവനകളും ശരിയാണ്. പക്ഷേ 3-ാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചതല്ല, മറിച്ച് ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരുന്ന ദിവസമാണിത്. നമുക്കറിയാം, കേരള പിറവിയും അന്ന് തന്നെയാണ്. കാരണം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം നിലവിൽ വന്നൊരു സംസ്ഥാനമാണ് കേരളവും. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമായിരിക്കും ശരി. ഫസൽ അലി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട മലബാർ ജില്ല മുൻപ് ഏത് സംസ്ഥാനത്തിൻ്റെ പ്രവിശ്യയുടെ ഭാഗമായിരുന്നു?
മൈസൂർ സംസ്ഥാനം, മദ്രാസ് പ്രവിശ്യ, ബോംബെ പ്രവിശ്യ, ഹൈദരാബാദ് സംസ്ഥാനം. നമുക്കറിയാം മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു ഈ മലബാർ ജില്ല. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിന് മുൻപ് 1953 ഒക്ടോബറിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര സ്റ്റേറ്റ് ആണ്. 1953 ഒക്ടോബറിൽ ആന്ധ്ര രൂപീകൃതമാകുന്നുണ്ട്. 1953 ഡിസംബറിൽ മാത്രമാണ് ഫസൽ അലി കമ്മീഷൻ വരുന്നതും 1956 പിന്നീട് സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമാകുന്നതും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണം താഴെ പറയുന്നവയിൽ എന്താണ്? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ലയനം പൂർത്തിയാക്കാൻ, ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തെ തുടർന്ന് രാജ്യത്തുടനീളമുണ്ടായ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന ആവശ്യങ്ങൾ പരിശോധിക്കാൻ, ഇന്ത്യയിലെ വനമേഖലകൾ പുനഃസംഘടിപ്പിക്കാൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ. ഇവിടെ ഉത്തരം ഏതാണ്? ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തെ തുടർന്ന് രാജ്യത്തുടനീളമുണ്ടായ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന ആവശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഫസൽ അലി കമ്മീഷൻ നിലവിൽ വരുന്നത്. ഫസൽ അലി കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 1956 സംസ്ഥാന പുനഃസംഘടന നടന്നപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ലക്ഷദ്വീപ്, മിനിക്കോയ്, അമിന്തവി ദ്വീപുകൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇവയെ മദ്രാസ് സംസ്ഥാനത്തോട് ചേർത്തു. ഇവയെ നേരിട്ട് കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. ഇവയെ കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി നിലനിർത്തി മാലിദ്വീപിന് കൈമാറി. നമ്മുടെ ക്ലാസ്സിൽ നമ്മളിത് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇവയെ എന്താക്കി മാറ്റുക ചെയ്തിട്ടുള്ളത്? കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. താഴെ നൽകിയിരിക്കുന്ന കമ്മിറ്റികളെ അവ രൂപീകരിക്കപ്പെട്ട വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ മുൻഗണനാക്രമത്തിൽ എഴുതുക. ഫസൽ അലി കമ്മീഷൻ, എസ്.കെ. ദർ കമ്മീഷൻ, JVP കമ്മിറ്റി. ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞു, ആദ്യമായിട്ട് വന്നത് ആരാണ്? എസ്.കെ. ദർ കമ്മീഷൻ. അതിനുശേഷം JVP കമ്മിറ്റി വരുന്നു. അതിനുശേഷം ഫസൽ അലി കമ്മീഷൻ വരുന്നു. ഈ JVP കമ്മിറ്റിയും എസ്.കെ. ദറും 1948 വരുന്നതെങ്കിൽ ഫസൽ അലി കമ്മീഷൻ 1953 വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം B ആയിരിക്കും. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നൽകിയ ശുപാർശകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ഭാഷ ഒരു പ്രധാന മാനദണ്ഡമായി സ്വീകരിക്കാം. ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന തത്വം പൂർണ്ണമായും നടപ്പിലാക്കണം. രാജ്യത്തിൻ്റെ സുരക്ഷ, സാമ്പത്തിക ഭദ്രത എന്നിവയ്ക്ക് മുൻഗണന നൽകണം. ഭരണഘടനയിലെ പഴയ പാർട്ട് ABCD സംസ്ഥാനങ്ങളുടെ വർഗീകരണം നിർത്തലാക്കണം. ഞാനിത് ക്ലാസ്സിൽ എടുത്തു പറഞ്ഞിരുന്നു. ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന തത്വത്തെ അവർ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്, തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി 3 കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഷ ഒരു മാനദണ്ഡമായി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. രാജ്യത്തിൻ്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും മുൻഗണന നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭരണഘടനയിലെ പാർട്ട് ABCD സംസ്ഥാനങ്ങളുടെ വർഗീകരണം നിർത്തലാക്കണമെന്നും പറഞ്ഞു. എന്നാൽ ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന തത്വത്തെ തള്ളുകയാണ് ചെയ്തത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി 1953 ഡിസംബറിൽ നിയമിച്ച കമ്മീഷനിലെ മലയാളി അംഗമാരാണ്? KM പണിക്കരായിരുന്നു. ഇത് വീണ്ടും 2026 ചോദിച്ചിട്ടുണ്ട്. 3 എക്സാംസിനാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ തങ്ങളുടെ ഔദ്യോഗിക റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ച വർഷമേതാണ്? 1953, 1955, 1956, 1957. 1953 ഈ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. 1953 ഡിസംബറിൽ. റിപ്പോർട്ട് സമർപ്പിക്കുന്നതോ 1955 സെപ്റ്റംബറിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഏത് പ്രദേശമാണ് തമിഴ്നാടിനോട് മദ്രാസ് സംസ്ഥാനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്? ഫോർട്ട് കൊച്ചി, തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്, ചെങ്കോട്ട താലൂക്കുകൾ, കാസർഗോഡ് താലൂക്ക്, മംഗലാപുരം. ഇവിടെ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്, ചെങ്കോട്ട താലൂക്കുകൾ മദ്രാസ് സംസ്ഥാനം അല്ലെങ്കിൽ തമിഴ്നാടിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ 2026 ചോദിച്ചതാണ്. വീണ്ടും ഭേദഗതിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഭേദഗതിയാണ്? 7ാം ഭേദഗതിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫസൽ അലി കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാമെന്ന വാദത്തെ കമ്മീഷൻ തത്വത്തിൽ അംഗീകരിച്ചു. എന്നാൽ കമ്മീഷൻ ഒരു ഭാഷ ഒരു സംസ്ഥാനം, 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ് എന്ന കടുത്ത വാദത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. രാജ്യത്തിൻ്റെ സുരക്ഷ, സാമ്പത്തിക ഭദ്രത, ഭരണപരമായ സൗകര്യം എന്നിവയും അതിർത്തി നിർണയത്തിൽ മാനദണ്ഡമാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു.
ചോദിച്ചിരിക്കുന്നത് ഇവിടെ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ശരിയാണ്. കാരണം കമ്മീഷൻ എന്ത് ചെയ്തു? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാമെന്നത് തത്വത്തിൽ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന കടുത്ത വാദത്തെ തള്ളുകയാണ് ചെയ്തത്. അതിനെ അംഗീകരിച്ചില്ല. മറിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഭരണപരമായ സൗകര്യം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്നിവയും അതിർത്തി നിർണയത്തിൽ മാനദണ്ഡമാക്കണമെന്നാണ് കമ്മീഷൻ പറഞ്ഞത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതും കേരള സംസ്ഥാനം രൂപീകൃതമായതുമായ തീയതി രണ്ടും ഒരു ദിവസമാണ്. 1956 നവംബർ 1 സംസ്ഥാന പുനഃസംഘടനാ നിയമം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരുന്നതും അതിൽ നിലവിൽ വന്ന 14 സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളവും അന്ന് രൂപീകൃതമാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പോർഷനിൽ നിന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇന്ന് ഓപ്ഷനായിട്ട് തരുന്നതായിരിക്കും നാളെ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി ഇതുപോലത്തെ ഹോട്ട് ടോപ്പിക്സും റിലേറ്റഡ് PYQസും ഈ സീരീസിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.